ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ്സസ് April 1 സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. ഈ വരുന്ന April 1 കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുകയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. സൂമിൽ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും കിട്ടുന്ന രീതിയിലാണ് വെക്കേഷൻ ക്ലാസ്സസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ വർഷം കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടേ ഇരിക്കുവാണ്. അവർക്ക് നെക്സ്റ്റ് ഇയറിലും 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷൻ ഉണ്ടാകും. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൂമിൽ ലൈവായിട്ട് ട്യൂഷൻ ഉണ്ടാകും. വെക്കേഷൻ ക്ലാസ്സസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ചില കുട്ടികൾക്ക് എഴുതാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കായിട്ട് ഈ വെക്കേഷന് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുട്ടികൾ വായിക്കുവാനും സ്പെല്ലിംഗ് മനസ്സിലാക്കി അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാനും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ, കുട്ടികൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഈ അവധിക്കാല ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർ മാർച്ച് 15 മുതൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് കേട്ടോ ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ്സസും ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. ഓക്കെ, 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 3 എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. ഇന്റഗ്രേഷൻ ഡേ 3യിൽ ആക്ടിവിറ്റി 12 ഏതായിരുന്നു? ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ്. പ്ലേ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. The creatures assembled under a tree. Manyanikad brought paper straws to make a playhouse. Playhouse നിർമ്മിക്കാനായിട്ട് പേപ്പർ സ്ട്രോസ് അവർ കൊണ്ടുവന്നു. ഓക്കെ, ഓരോ ക്രീച്ചേഴ്സും ഓരോ ജീവികളും എത്ര പേപ്പർ സ്ട്രോസ് ആണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് brought by them in the table. Complete the table. ഓക്കെ, അപ്പോൾ എത്രയാണ് വാങ്ങിക്കൊണ്ടുവന്നത്? brought by them in the ടേബിളിൽ എഴുതണം. ക്രീച്ചേഴ്സ് ആരൊക്കെയുണ്ട്? സ്ക്വിറൽ ഉണ്ട്, മങ്കൂസ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, പാരറ്റ് ഉണ്ട്. ഓരോരുത്തരും എത്ര എണ്ണമാണ് വാങ്ങിക്കൊണ്ടുവന്ന് നോക്കാം. 100ൽ എത്രയുണ്ട്? സ്ക്വിറൽ 100, 4 10s, 2 1s. ടോട്ടൽ എത്രയായിരുന്നു? 142. മങ്കൂസ് എങ്ങനെയാണ്? 100, 3 10s, 9 1s. നമ്മൾ എങ്ങനെ എഴുതുക? 100, 3 10s, 9 1s. ഓക്കെ, ഫോക്സ് എത്രയാണ്? 124. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 100, 2 10s, 4 1s. നെക്സ്റ്റ് പാരറ്റ് എത്രയാണ്? 103. അതെങ്ങനെ എഴുതണം? 100, 0 10s, 3 1s. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ടേബിളിൽ നിന്നും അടുത്ത കാര്യങ്ങൾ നോക്കാം. ഹൂ ബ്രോട്ട് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോസ്? ഹൈയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോസ് ആരാ മേടിച്ചേ? 149. ആരായിരുന്നു? സ്ക്വിറൽ ആയിരുന്നു. ആരാ ഏറ്റവും കൂടുതൽ ആരായിരുന്നു കൊണ്ടുവന്നേ? പേപ്പർ സ്ട്രോസ് വാങ്ങിക്കൊണ്ടുവന്നത് ആരാ? സ്ക്വിറൽ, അണ്ണാനായിരുന്നു ഏറ്റവും കൂടുതൽ പേപ്പർ സ്ട്രോസ് വാങ്ങിയിട്ട് വന്നത്. റൈറ്റ് ദ നമ്പർ ഓഫ് സ്ട്രോസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ ആണ് കേട്ടോ. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതണം. അപ്പോൾ സ്ക്വിറൽ കൊണ്ടുവന്ന 149 ആണ് ആദ്യം എഴുതേണ്ടത്. അടുത്തോ മങ്കൂസ് കൊണ്ടുവന്ന 139. നെക്സ്റ്റ് ഫോക്സ് കൊണ്ടുവന്ന 124. ലാസ്റ്റ് പാരറ്റ് കൊണ്ടുവന്ന 103. ഡിസെൻഡിങ് ഓർഡർ എല്ലാവരും എഴുതിയല്ലോ? വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയില്ലേ?
യെസ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ഹൂ ഈസ് ഹൈഡിങ്. ആരാണ് ഒളിച്ചിരിക്കുന്നത്? എ ക്രീച്ചർ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ മഞ്ഞണിക്കാട് ഈസ് ഹൈഡിങ് ഇൻ ദ പിക്ചർ. ഇതവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഈ പിക്ചറിൽ ഹൈഡ് ചെയ്തിരിപ്പുണ്ട്. Find the answers to the questions given below. Color the boxes having the answers and find out the creatures. ഇതിന്റെ ആൻസർ കണ്ടെത്തുക. ഈ ആൻസർ വരുന്ന കോളങ്ങൾ കളർ ചെയ്യുമ്പോൾ ആരാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പോൾ 6 × 2 12 എഴുതിയിരിക്കുന്ന കോളം കളർ ചെയ്യണം. 9 × 10 90 90 എഴുതിയിരിക്കുന്ന 90 എഴുതിയിരിക്കുന്ന കോളം കളർ ചെയ്യണം. 7 × 5 35 35 എന്ന് എഴുതിയിരിക്കുന്ന കോളം കളർ ചെയ്യണം. 9 × 5 45 45 എന്ന് എഴുതിയ കോളം കളർ ചെയ്യണം. 4 × 10 40 40 എന്ന് എഴുതിയ കോളം കളർ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കിയാലോ? കളർ ചെയ്യാവോ? ഓക്കെ, ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 12 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കളർ ചെയ്യണം. 12 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കളർ ചെയ്യണം. അപ്പൊ ഇതാണ് 12 എന്ന് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പൊ 12 ഇതാണ്. അപ്പൊ 12 എന്ന് എഴുതിയ ഭാഗം എന്ത് ചെയ്യുക? കളർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. 12 എന്ന് എഴുതിയ ഭാഗം കളർ ചെയ്യുക. ഓക്കെ, ഇതുവരെ 12 എന്ന ഭാഗം കളർ ചെയ്തു. നെക്സ്റ്റ് 90 എന്ന് എഴുതിയ ഭാഗമാണ് കളർ ചെയ്യേണ്ടത്. 90 എന്ന് എഴുതിയ ഭാഗം കളർ ചെയ്യുക. 90 എന്ന് എഴുതിയ ഭാഗം അടുത്ത് കളർ ചെയ്യണം. 12 ഇത്രയാണ് 12 കേട്ടോ, ഇതുവരെയാണ് 12. അത് കഴിഞ്ഞ് 90 എന്ന് എഴുതിയ ഭാഗം കളർ ചെയ്യണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 35 ഇവിടാണ്. 35 എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കളർ ചെയ്യണം. മുകളിൽ കിട്ടിയ ആൻസേഴ്സ് എഴുതിയിരിക്കുന്ന കോളംസ് കളർ ചെയ്യുക. ഇവിടെ എല്ലാവരും ഇതുപോലെ കളർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. 35 എന്ന് എഴുതിയിരിക്കുന്ന കോളം കളർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് കിട്ടിയ ആൻസർ ഏതാണ്? നെക്സ്റ്റ് കിട്ടിയ ആൻസർ ഏതായിരുന്നു? 45 ഇവിടാണ്. 45 എന്ന് എഴുതിയ ഭാഗം കളർ ചെയ്യണമായിരുന്നു. നെക്സ്റ്റ് ഏതായിരുന്നു? 40 10 × 4 40 എന്ന് എഴുതിയ ഭാഗം ടീച്ചർ വേഗത്തിൽ കളർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ എല്ലാം കറക്റ്റായിട്ട് കളർ ചെയ്തുവല്ലോ അല്ലേ? ടീച്ചർ വേഗത്തിൽ ഇങ്ങനെ കളർ ചെയ്തു പെട്ടെന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു കളർ ചെയ്യേണ്ടിയിരുന്നത്. എല്ലാവരും കളർ ചെയ്തായിരുന്നു. ആരാണ്? ഡീർ, മാനായിരുന്നു അല്ലേ? ആരാ ഒളിച്ചിരുന്നേ? മാനാണ് ഒളിച്ചിരുന്നത്. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരുന്ത് കണ്ട കാഴ്ചകൾ. മഞ്ഞണിക്കാട്ടിൽ നിന്നും ചെമ്പൻ പരുന്ത് ആകാശത്തിലൂടെ പറന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ. ചെമ്പൻ പരുന്ത് എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? നിറയെ വാഹനങ്ങൾ. അതിൽ ഏതൊഴിക്കെ വാഹനം പോകുന്ന? കാളവണ്ടിയുണ്ട്, മോട്ടോർ ബൈക്ക്, ജീപ്പ്, കാർ, ഓട്ടോറിക്ഷ. ഇവിടെ നോക്കി, വഞ്ചി, തോണി പോകുന്നുണ്ട്. ഉത്സവത്തിന്റെ തോരണം കെട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണ്? വീടുകൾ കാണുന്നു, മരം കാണുന്നു, പാടം കാണുന്നു, പക്ഷികൾ ആകാശത്തു കൂടി പറക്കുന്നു, മേഘം, മരങ്ങൾ, മല, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുഴ, ഇതൊക്കെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് എന്ത് ചെയ്യുക? പരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ. പരുന്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെ? വിവരണം തയ്യാറാക്കുക. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നുള്ളത് വിവരിച്ചെഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ജലം സംരക്ഷിക്കാം എന്നുള്ളതായിരുന്നു. യാത്രക്കിടയിൽ ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചയുടെ ചിത്രം നോക്കൂ. ചെമ്പൻ പരുന്ത് കണ്ടതാണ്. എന്താണ് കാണുന്നേ? ഒരു കുളത്തിൽ എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെ കുളിപ്പിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ? പശുവിനെ കുളിപ്പിക്കുകയാണ്. കുളത്തിൽ പശുവിനെ കുളിപ്പിക്കുന്നു. ഇത് നല്ലതാണോ? വെള്ളം മോശമാകുന്ന ഒരു സ്വഭാവമാണോ? അല്ലെങ്കിൽ വെള്ളം നല്ലതുപോലെ കാണോ? വെള്ളം മോശമാകും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ജലമലിനമാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക. ജലമലിനമാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, കന്നുകാലികളെ കുളിപ്പിക്കുന്നത്, കിണറിനടുത്തൊക്കെ തുണി അലക്കുന്നത്,
ഇതെല്ലാം എന്താ ജലം മലിനമാകുന്ന സന്ദർഭങ്ങളാണ്. ഇങ്ങനെ 4 സന്ദർഭങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളുടെ പ്രദേശത്തുള്ള 2 ജലസ്രോതസ്സുകൾ എഴുതുക. ഏതൊക്കെ ജലസ്രോതസ്സുകളുണ്ട്? കിണറില്ലേ, കുളമില്ലേ, പുഴ. അപ്പൊ നിങ്ങൾക്ക് നദി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ജലസ്രോതസ്സുകൾ എഴുതുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.